വോട്ടെടുപ്പിൽ തോൽക്കില്ലെങ്കിലും വോട്ടെണ്ണി തോൽപ്പിക്കാനുള്ള സാധ്യതയുണ്ടെന്നൊരാശങ്കയിലാണ് കോൺഗ്രസ് നേതൃത്വം. അതുകൊണ്ട് തന്നെ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് കൗണ്ടിംഗ് ഏജൻറ്റുമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പ്രത്യേകിച്ച് UDF നേതൃത്വം തന്നെ. സ്ട്രോങ് റൂമിനെ ചുറ്റിപ്പറ്റി നിഗൂഢതകൾ കണ്ടതാണ് ഇപ്പോൾ ഏറ്റവും ആശങ്ക നൽകുന്നത്. കാരണം ഒരു ഡയറി മറന്നു അല്ലെങ്കിൽ ഒരു ബാഗ് മറന്നു എന്നതിൻ്റെ പേരിൽ അത് തിരിച്ചെടുക്കാൻ സ്ട്രോങ് റൂം തന്നെ തുറക്കണമെന്നും അത് അറിയിച്ചവർ എന്തുകൊണ്ടാണ് ഇത് നിയമപരമായി കൈകാര്യം ചെയ്യാതിരുന്നത് എന്നുള്ള ചോദ്യവും ഇപ്പോൾ അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. സ്ഥാനാർത്ഥികളെയും ഏജൻറ്റുമാരെയും രേഖാമൂലം ദിവസം മുൻപേ തന്നെ അറിയിക്കണമെന്നിരിക്കെ കേവലം മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രം അതും ഫോണിൽ വിളിച്ചു പറഞ്ഞ് തിടുക്കത്തിൽ ആരെയും കാത്തു നിൽക്കാതെ ഈ റൂമുകൾ തുറന്നതിൽ ഇപ്പോഴും ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല. മാത്രമല്ല ഡയറി എടുക്കാൻ വന്നവർ എന്തിന് ലാപ്ടോപ്പ് കൊണ്ടുവന്നു, അതും വെച്ച് അവിടെ നിന്ന് പണിയെടുത്തു, ഈ ചോദ്യങ്ങളെല്ലാം അവിടെ ബാക്കി നിൽക്കുകയാണ്. ഇങ്ങനെ ലാപ്ടോപ്പ് വെച്ച് പണിയെടുക്കുന്നത് കണ്ടത് കോഴിക്കോട്ടെ DCC അധ്യക്ഷനാണ്. അങ്ങനെ സ്ട്രോങ് റൂം തുറക്കുന്നത് ഉൾപ്പെടെയുള്ള വിവാദങ്ങൾക്കിടെ ഇതൊരു ധർമ്മയുദ്ധമായി കാണണമെന്നാണ് നേതൃത്വം പ്രവർത്തകർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ പ്രവേശിച്ച ഓരോ നിമിഷവും കണ്ണിമ വെട്ടാതെ കൈകാര്യം ചെയ്യണമെന്ന് വ്യക്തമാക്കിയ KPCC കൃത്രിമം നടക്കാതെ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് പ്രധാന ഏജൻറ്റുമാർക്ക് ക്ലാസും എടുത്തു കൊടുത്തിരിക്കുന്നു. അതായത് പോസ്റ്റൽ വോട്ട് എണ്ണുന്നത് മുതൽ ജാഗ്രത പുലർത്തണമെന്നാണ് KPCC അവരുടെ ഓഫീസിൽ നടത്തിയ ക്ലാസ്സിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സർക്കുലറും വിതരണം ചെയ്തിട്ടുണ്ട്. വോട്ടെണ്ണുമ്പോൾ ഓരോ സ്ഥാനാർത്ഥിക്കും കിട്ടിയ വോട്ട് വളരെ കൃത്യമായി എഴുതിയെടുക്കണം. വോട്ടിംഗ് യന്ത്രത്തിൽ ഓരോ സ്ഥാനാർത്ഥിക്കും കിട്ടിയ അതേ എണ്ണം വോട്ട് തന്നെയാണോ രേഖപ്പെടുത്തുന്നത് എന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് വോട്ടെടുപ്പ് കഴിഞ്ഞ ദിവസം പോളിംഗ് ഏജൻറ്റുമാർക്ക് പോളിംഗ് ബൂത്തിൽ നിന്നും കിട്ടിയ ഒരു സ്ലിപ്പുണ്ട്. ആ സ്ലിപ്പിലെ കണക്കുകൾ നോക്കി അത് വോട്ടിംഗ് മെഷീൻ എണ്ണുമ്പോൾ കിട്ടുന്ന വോട്ടും പ്രിസൈഡിംഗ് ഓഫീസർ കൊടുക്കുന്ന പേപ്പറിലെ എണ്ണവും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ അടുത്ത നടപടിയെന്നോണം VVPAT എണ്ണാൻ ആവശ്യപ്പെടണം. അങ്ങനെ പോൾ ചെയ്ത ആകെ വോട്ടുകളുടെ എണ്ണം ഇലക്ഷൻ കമ്മീഷൻ രേഖപ്പെടുത്തിയിട്ടുള്ളത് തന്നെയാണോ എന്ന് അവിടെ നിന്ന് തന്നെ ഉറപ്പാക്കണം. അതുമാത്രമല്ല പ്രധാന ഏജൻറ്റ് റിട്ടേണിംഗ് ഓഫീസറുടെ ഡയസിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. വോട്ടിൽ വ്യത്യാസമുണ്ടെങ്കിൽ കൗണ്ടിംഗ് ഷീറ്റിൽ ഒപ്പിട്ട് നൽകാൻ പാടില്ല. വോട്ടിംഗ് യന്ത്രങ്ങളുടെ സീരിയൽ നമ്പർ കൃത്യമാണെന്ന് ഉറപ്പിക്കണം. പോസ്റ്റൽ വോട്ടുകളുടെ എണ്ണവും കൃത്യമാണെന്ന് ഉറപ്പാക്കിയിട്ട് മാത്രമേ വോട്ടെണ്ണലിന് ഓരോ ഏജൻറ്റും നിന്നുകൊടുക്കാവൂ. വോട്ടിംഗ് യന്ത്രങ്ങളുടെ സീൽ ഇളകിയിട്ടുണ്ടോ എന്നും നോക്കണം ഏജൻറ്റുമാർ. അങ്ങനെ വോട്ടിംഗ് യന്ത്രത്തിൽ എല്ലാ കണ്ണുകളും സമർപ്പിച്ച് അതിൻ്റെ അരക്ക് മാറ്റുമ്പോൾ മുതൽ അതിൻ്റെ വോട്ടെണ്ണൽ കഴിഞ്ഞ് ആ പെട്ടി മാറ്റുന്നത് വരെ കണ്ണുകൾ പുരികം പോലും അനക്കാതെ കൂർപ്പിച്ചു നിൽക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം ഇത്തവണ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അത്രമേൽ സുതാര്യമാണോ എന്നുള്ള സംശയമുണ്ട്. അങ്ങനെ ഈ സുതാര്യമായ തെരഞ്ഞെടുപ്പല്ല നടന്നത് എന്നുള്ളത് ജനാധിപത്യത്തിന് അല്പം അപമാനമുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും എങ്ങനെയെങ്കിലും ജയിച്ചു വരാനുള്ള ഈ നീക്കത്തിൽ ഇനി വോട്ടെണ്ണൽ ഒരു തടസ്സമാകരുത് എന്നുള്ളത് UDFൻ്റെയും കോൺഗ്രസിൻ്റെയും നിർബന്ധമാണ്. അതുകൊണ്ടാണ് ആദ്യം തന്നെ പതിവിൽ നിന്ന് വിപരീതമായി ഏജൻറ്റുമാരെ വിളിച്ച് ക്ലാസ് എടുത്തു കൊടുത്തിരിക്കുന്നത് KPCC.